ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് തിഷാനി ദോഷി എഴുതിയ ദ ഇമിഗ്രൻറ്റ് സോങ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ഇൻട്രൊഡക്ഷനോടെ തുടങ്ങാം നമുക്ക്. Tishani Doshi wrote the immigrant song in 2012. The poem appears in her 2013 book Everything Begins Elsewhere. അപ്പം തിഷാനി ദോഷി 2012 ദ ഇമിഗ്രൻറ്റ് സോങ് എഴുതി 2013 പുറത്തിറങ്ങിയ അവരുടെ എവറിത്തിങ് ബിഗിൻസ് എൽസ്വെയർ എന്ന പുസ്തകത്തിലാണ് ഈ കവിത ആദ്യമായിട്ട് അപ്പിയർ ആകുന്നത്. Doshi is an award-winning poet, novelist, journalist and dancer. She was born in India and moved to the United States for college and graduate school. She has experienced firsthand what it feels like to be an immigrant. അപ്പം ദോഷി ഒരു അവാർഡ് ജേതാവായ കവി, നോവലിസ്റ്റ്, പത്രപ്രവർത്തക, നർത്തകി എന്ന നിലകളിൽ പ്രശസ്തയാണ്. ഇന്ത്യയിൽ ജനിച്ച അവർ കോളേജ് ബിരുദ പഠനത്തിനായി അമേരിക്കയിലേക്ക് താമസം മാറി. അപ്പോൾ ഒരു കുടിയേറ്റക്കാരിയാകുന്നതിൻ്റെ അനുഭവങ്ങൾ അവർ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ദ ഇമിഗ്രൻറ്റ് സോങ് ഇസ് എ കോർണർ സ്റ്റോൺ ഓഫ് ദോഷീസ് വർക്ക്. ഒരു മൂലക്കല്ലാണ് ദോഷിയുടെ വർക്കിൽ ദ ഇമിഗ്രൻറ്റ് സോങ് എന്ന് പറയുന്ന ഈ പോവും. ഇറ്റ് സ്പീക്സ് ടു ദ ഫീലിങ്സ് ഓഫ് ബീങ് ഫോഴ്സ് ടു ലീവ് വൺസ് ഹോം ലാൻഡ് ആൻഡ് ഫീലിംഗ് അൺമോഡ് ഇൻ എ ന്യൂ ലാൻഡ്. അപ്പോൾ ഒരു കുടിയേറ്റക്കാരിയാകുന്നതിൻ്റെ അനുഭവങ്ങൾ അവർ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സ്വന്തം നാട് വിടാൻ നിർബന്ധിതയാകുന്നതിൻ്റെയും അതുപോലെ പുതിയൊരു നാട്ടിൽ മെൻ്റലി കൺഫ്യൂസ്ഡ്, ഇൻസെക്യൂർഡ്, അങ്ങനെ വികാരങ്ങളുമായിട്ട് ജീവിക്കുന്നതിൻ്റെയും ആ ഒരു വികാരങ്ങളെയുമാണ് ഈ കവിതയിൽ പ്രതിഫലിച്ച് കാണിക്കുന്നത്. In the poem, The Immigrant Song by Tishani Doshi, the speaker is an immigrant themselves. അപ്പോൾ ഈ നമ്മുടെ തിഷാനി ദോഷിയുടെ ദ ഇമിഗ്രൻറ്റ് സോങ് എന്ന പോവത്തിൽ ഉള്ള സ്പീക്കർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുടിയേറ്റക്കാരൻ തന്നെയാണ് ഈ പോവത്തിലെ സ്പീക്കർ. റെപ്രസെൻറ്റിംഗ് ദ കളക്റ്റീവ് വോയിസ് ഓഫ് പീപ്പിൾ ഹു ഹാവ് ലെഫ്റ്റ് ദിയർ ഹോം ലാൻഡ് ടു സെറ്റിൽ ഇൻ എ ന്യൂ കൺട്രി, എക്സ്പീരിയൻസിങ് ദ ചലഞ്ചസ് ആൻഡ് കോംപ്ലക്സിറ്റീസ് ഓഫ് അഡാപ്റ്റിംഗ് ടു എ ഡിഫറെൻറ്റ് കൾച്ചർ വൈൽ ട്രൈങ് ടു ഹോൾഡ് ഓൺ ടു ദ പാസ്റ്റ് ആൻഡ് മെമ്മറീസ്. അപ്പോൾ വീട് വിട്ട് സ്വന്തം നാട് വിട്ട് പുതിയൊരു രാജ്യത്ത് സ്ഥിരതാമസമാക്കിയ ആളുകളുടെ കൂട്ടമായ ആ ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്നു. അത് ആ കളക്റ്റീവ് വോയിസ് ഓഫ് പീപ്പിളിനെ പ്രതിനിധീകരിക്കുന്ന അത് ഒരു എമിഗ്രൻ്റ് തന്നെയാണ്. അവരുടെ പാസ്റ്റ് ലൈഫ് ഓർമ്മകളും മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വ്യത്യസ്തമായ ഒരു സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നതിൻ്റെ വെല്ലുവിളികളും അതുപോലെ കോംപ്ലക്സിറ്റി, സങ്കീർണതകളും എക്സ്പീരിയൻസ് ചെയ്യുന്നു. Let us not speak of those days when coffee beans filled the morning with hope. Let us not speak of those days. അപ്പം ആ ദിവസങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട, എങ്ങനെയുള്ള ദിവസങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നാണ് ഈ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വെൻ കോഫി ബീൻസ് ഫിൽ ദ മോർണിംഗ് വിത്ത് ഹോപ്പ്. അതായത് സ്പീക്കറുടെ മാതൃരാജ്യത്ത് സമാധാനപരവും പ്രതീക്ഷ നിറഞ്ഞതുമായ ഒരു സമയത്തിൻ്റെ ഗ്രഹാതുരത്തിൻ്റെ ഓർമ്മയെ ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ കോഫി ബീൻസ് എന്നത് പണ്ട് ശുഭാപ്തി വിശ്വാസം കൊണ്ട് നിറഞ്ഞ അവരുടെ ആശ്വാസകരമായ ദിനചര്യയെ, ഡെയിലി റുട്ടീനെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ആ പോസിറ്റീവായിട്ടുള്ള നിമിഷം ഓർമ്മിക്കുന്നത് വേദനാജനകമോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവരുടെ പുതിയ ജീവിതമായി പൊരുത്തപ്പെടുന്ന ആ ഒരു പ്രോസസ്സ് തടസ്സമോ ആയിരിക്കാം, ആ ഒരു പ്രോസസ്സിന് തടസ്സമോ ആയിരിക്കാമെന്നാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എ നൊസ്റ്റാൾജിക് മെമ്മറി ഓഫ് എ പീസ്ഫുൾ ഹോപ്പ്ഫുൾ ടൈം ഇൻ ദ സ്പീക്കേഴ്സ് ഹോംലാൻഡാണ് ഈ വെൻ കോഫി ബീൻസ് ഫിൽ ദ മോർണിംഗ് വിത്ത് ഹോപ്പ് എന്ന ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ലൈനിലോട്ട് പോവാം. വെൻ മദേഴ്സ് ഹെഡ് സ്കാർഫ്സ് ഹങ് ലൈക്ക് വൈറ്റ് ഫ്ലാഗ്സ് ഓൺ വാഷിംഗ് ലൈൻസ്. അപ്പം ഹെഡ് സ്കാർഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ കെട്ടുന്ന സ്കാർഫ്, അതുപോലെ വാഷിംഗ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്രങ്ങൾ ഉണക്കാൻ ഉപയോഗിക്കുന്ന കയറ്, ഇല്ലെങ്കിൽ നമ്മൾ അയെന്ന് പറയും. അപ്പം ഇവിടെ ഹെഡ് സ്കാർഫ്സ് ഓൺ ദ വാഷിംഗ് ലൈൻ ആർ ലൈക്ക് വൈറ്റ് ഫ്ലാഗ്സ്. അതായത് വാഷിംഗ് ലൈനിലെ ഹെഡ് സ്കാർഫ്സ് വെളുത്ത പതാകകൾ പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ സജസ്റ്റ് ചെയ്യുന്നത് സറണ്ടർ എന്നുള്ള ആ ഒരു തീമാണ്. അപ്പോൾ ഈ വെള്ളക്കൊടി പ്രതിനിധീകരിക്കുന്നത് അവർക്ക് ചുറ്റും നടക്കുന്ന യുദ്ധകാലത്തെയാണ്. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ അതിയായി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കുടിയേറ്റക്കാർ സ്വന്തം നാട്ടിൽ ആയിരിക്കുമ്പോൾ അനുഭവിച്ച നിരാശയെ ഇവിടെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഒരാളുടെ ജന്മദേശം ഉപേക്ഷിച്ച് ഒരു പുതിയ സംസ്കാരവുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണ് ഈ വരികൾ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഈ ശിരോവസ്ത്രങ്ങൾ, അത് ഹെഡ് സ്കാർഫ്സ്, അമ്മയുടെ സാംസ്കാരിക വസ്ത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അപ്പോൾ അതിനെ വെളുത്ത പതാകകൾ പോലെ തൂങ്ങിക്കിടക്കുന്നത് പോലെ കാണുന്നത്, അല്ലെങ്കിൽ അത് സിഗ്നിഫൈ ചെയ്യുന്നത് ഫേഡിങ് ഓഫ് ദ ട്രഡീഷൻ ആൻഡ് കസ്റ്റംസ് ഇൻ ദ ന്യൂ എൻവയോൺമെൻറ്റ്. അതായത് അവരിപ്പോൾ ഉള്ള അവരുടെ ന്യൂ എൻവയോൺമെൻറ്റിൽ അവരുടെ ട്രഡീഷൻസും കസ്റ്റംസും മറയുകയോ മായുകയോ ചെയ്യുന്നു.
ലെറ്റ് us നോട്ട് സ്പീക്ക് ഓഫ് ദ ലോങ് ആംസ് ഓഫ് സ്കൈ. അപ്പം ഇവിടെ സ്പീക്കറിൻ്റെ മാതൃരാജ്യത്തിൻ്റെ ആശ്വാസകരമായ അന്തരീക്ഷത്തെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഓർമ്മകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതോ ചിന്തിക്കുന്നതോ ഒഴിവാക്കാനും അതുപോലെ അവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയുമാണ് ഇവിടെ സ്പീക്കർ സൂചിപ്പിക്കുന്നത്. ദാറ്റ് യൂസ് ടു ക്രാഡിൽ അസ് അറ്റ് ഡസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ ഒരു കാംനെസ് എന്നൊക്കെ പറയാം നമുക്ക്. അപ്പം ആശ്വാസവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു എന്നും അതാണ് ഇവിടെ ഈ ക്രാഡിൽ എന്ന് കണ്ടോ. ക്രാഡിൽ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ തൊട്ടിൽ പോലെ, അത് നർച്ചറിങ് സംരക്ഷണം കിട്ടുന്ന ഒരു ഇടത്തെ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ യൂസ്ഡ് ടു ക്രാഡിൽ എന്നാണ് പറയുന്നത്. അപ്പം യൂസ്ഡ് ടു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ കംഫർട്ടിംഗ് ആയിട്ടുള്ള സ്പേസ് ഇപ്പോൾ അവരുടെ നിലവിൽ അത് ഒരു കംഫർട്ടിംഗ് സ്പേസ് അല്ല അവർക്ക്. കാരണം അവരുടെ മെമ്മറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്ന് മാത്രമാണ്. കാരണം അവരിപ്പം പുതിയ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് ഇഴുകി ചേരാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഹോംലാൻഡ് യൂസ് ടു പ്രൊവൈഡ് എന്ത് വേണം, ഒരു സെൻസ് ഓഫ്, അവരുടെ മാതൃരാജ്യം എന്തോ അവർക്ക് കൊടുത്ത ഒരു സെൻസ് ഓഫ് കംഫർട്ടും സെക്യൂരിറ്റിയും. അത് എങ്ങനെ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മ കുഞ്ഞിനെ തൊട്ടിലാട്ടുന്നത് പോലെ അത്രയും സംരക്ഷണവും നർച്ചറിങ് എല്ലാം കിട്ടിയിരുന്നൊരു ഇടത്തിൽ നിന്ന് അവരുടെ ഹോംലാൻഡ് വിട്ട് അവർ വേറൊരു ന്യൂ എൻവയോൺമെൻറ്റിലാണ് എന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. And the biobabs, let us not trace the shape of their leaves in our dreams. അപ്പോൾ ഈ ബയോബാബ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ വളരുന്നതും അതുപോലെ വളരെ കാലം ജീവിക്കുന്നതുമായ ഒരു മരമാണ്. അതുപോലെ അതിൻ്റെ ട്രങ്ക് എന്ന് പറയുന്നത്, അത് പ്രധാന തണ്ട് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള തടിയുള്ള ഒരു മരമാണ് ഈ ബയോബാബ്. അപ്പം കുടിയേറ്റക്കാർ അവരുടെ മാതൃരാജ്യത്തിൻ്റെ ഓർമ്മകൾ മുഴുകരുത് എന്നാണ് അർത്ഥമാക്കുന്നത്. അതാണ് ലെറ്റ് us not trace the shape of their leaves in our dreams. അപ്പോൾ ഇത് എന്താണ് എക്സ്പ്ലോർ ചെയ്യുന്ന ഈ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടെൻഷൻ ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ദ പ്രസൻറ്റ്. വേദനാജനകമായ ഓർമ്മകൾ ഉപേക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ ദ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, പ്രസൻറ്റും ഫ്യൂച്ചറും ഫോക്കസ് ചെയ്യാനും അതുപോലെ പഴയ മെമ്മറീസ് ഓർത്ത് വിഷമിക്കാതെ ഇരിക്കാനുമാണ് പറയുന്നത്. Or yearn for the noise of those nameless birds that sang and died in the church eaves. അപ്പം ഏൺ എന്ന് വെച്ചാൽ ശക്തമായ ഒരു ആഗ്രഹം. എന്തിനു വേണ്ടിയുള്ള ശക്തമായ ആഗ്രഹം? നോയ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ആരുടെ നോയ്സാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡ്സിൻ്റെ നോയ്സ്, ആ ബേർഡ്സ് ഉണ്ടാക്കുന്ന നോയ്സ്. പക്ഷേ നെയിംലെസ് ബേർഡ്സ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല ഏത് ബേർഡാന്നുള്ളത്. അപ്പം അവരുടെ മാതൃരാജ്യത്തിൻ്റെ പരിചിതമായ ശബ്ദങ്ങൾക്കും കാഴ്ചകൾക്കുമുള്ള സ്പീക്കറിൻ്റെ ആഴമായ ആഗ്രഹത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ദാറ്റ് സാങ് ആൻഡ് ഡൈഡ് ഇൻ ദ ചർച്ച് ഈവ്സ്. അപ്പോൾ പള്ളിയുടെ മേൽക്കൂരയിൽ പാടുകയും മരിക്കുകയും എന്ന വരി മേൽക്കൂരയിൽ മരിച്ചുപോയ അല്ലെങ്കിൽ പാടുന്ന പക്ഷികളെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഒരു പുതിയ രാജ്യത്ത് എത്തുമ്പോൾ കുടിയേറ്റക്കാർ അനുഭവിക്കുന്ന നിശബ്ദതയെ ചിത്രീകരിക്കാനാണ് ഈ വരി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വരികളിലൂടെ തീം ഓഫ് ലോസും നൊസ്റ്റാൾജിയാണ് സ്പീക്കർ എടുത്തു കാണിക്കുന്നത്. അപ്പം ദ ലൈൻ ഈസ് യൂസ് ടു ഇലിസ്ട്രേറ്റ് ദ സൈലൻസിങ് ദറ്റ് ഇമിഗ്രൻറ്റ്സ് എക്സ്പീരിയൻസ് വെൻ ദേ അറൈവ് ഇൻ എ ന്യൂ കൺട്രി. Let us not speak of men stolen from their beds at night. Let us not say the word disappeared. അപ്പം ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് ബലമായി കൊണ്ടുപോയി. Let us not say the word disappeared. അപ്പം they were taken from their home, from their families. Let us not remember the first smell of rain. അപ്പോൾ അവരുടെ മാതൃരാജ്യത്തിൻ്റെ ഗ്രഹാതുരത്തെ ഈ വരികൾ സൂചിപ്പിക്കുന്നു. അവരുടെ ഇപ്പോഴുള്ള കറൻ്റ്ലി ഉള്ള ജീവിതത്തെയും അവർ ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന പ്രിയപ്പെട്ട അവരുടെ ഹോംലാൻഡിലെ ഓർമ്മകളുമായി നിരന്തരം താരതമ്യം ചെയ്യുന്നത് വളരെ വേദനാജനകമാണ്. അപ്പോൾ ഒരു സെൻസറി ഡീറ്റെയിൽസ് കൊടുക്കുന്നതിലൂടെ തൻ്റെ ഹോം കൺട്രിയെക്കുറിച്ചുള്ള പോസിറ്റീവ് മെമ്മറിയും അതുപോലെ ഒരു സെൻസ് ഓഫ് പീസ്, ബിലോങ്ങിങ് ഒക്കെ അവരെ അനുഭവിച്ചതിനെക്കുറിച്ചുമാണ് ഈ വരികൾ പറയുന്നത്. ലെറ്റ് us not remember the first smell of rain. Instead, let us speak of our lives now, the gates and bridges and stores. അപ്പോൾ പകരം നമ്മുടെ ഇപ്പോഴുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ കുടിയേറ്റക്കാർ എത്തിച്ചേർന്ന പുതിയ രാജ്യത്തിൻ്റെ ഭൗതിക ഭൂപ്രകൃതിയെ പ്രതിനിധീകരിക്കുന്നു ഈ വരികൾ. ഇത് ഒരു പുതിയ ജീവിതത്തെയും അതുപോലെ സാധ്യതയുള്ള അവസരങ്ങളെയും സൂചിപ്പിക്കുന്നത്. ലെറ്റ് us speak of our lives now, the gates, the bridges and stores. അപ്പം അതുപോലെ അവരുടെ പഴയ ജീവിതം ഉപേക്ഷിച്ച് ഒരു പുതിയ സംസ്കാരത്തിലേക്ക് ഇണങ്ങാൻ ശ്രമിക്കുന്ന
ഉപേക്ഷിക്കുന്നതിൻ്റെ വേദനാജനകമായ ഒരു പ്രോസസ്സിനെയും സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഗേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു അതിർത്തി കടക്കുന്നതിനെ പ്രതിനിധീകരിക്കാം. കുഡ് റെപ്രസെൻറ്റ് ദ ബോർഡർ ക്രോസിംഗ്. അപ്പോൾ ബ്രിഡ്ജ് എന്നുള്ളത് അവരുടെ പഴയ ജീവിതവും പുതിയ ജീവിതവും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു. പാലങ്ങൾ, അപ്പോൾ കണക്ഷൻ ബിറ്റ്വീൻ ദർ ഓൾഡ് ലൈഫ് ആൻഡ് ന്യൂ ലൈഫ്. അതുപോലെ അവർ ഇപ്പോൾ ഭാഗമായിരിക്കുന്ന പുതിയ ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ട് സ്റ്റോറുകളെ നമുക്ക് സിംബിളൈസ് ചെയ്യാം. അപ്പം സ്റ്റോറിന് സിംബിളൈസ് ചെയ്യുന്നത് ദ ന്യൂ കൺസ്യൂമർ കൾച്ചർ ദേ ആർ പാർട്ട് ഓഫ്. ഇനി അടുത്ത വരികളിലോട്ട് പോവാം. ആൻഡ് വെൻ വി ബ്രേക്ക് ബ്രെഡ് ഇൻ കഫേസ് ആൻഡ് അറ്റ് കിച്ചൺ ടേബിൾസ് വിത്ത് അവർ ന്യൂ ബ്രദേഴ്സ്. അപ്പോൾ ഈ ആക്ട് ഓഫ് ബ്രേക്കിംഗ് ബ്രെഡ് എന്നുള്ളത് ഒരു വേ ഓഫ് ബിൽഡിംഗ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വേ ഓഫ് ബിൽഡിംഗ് എ ബിലോങ്ങിങ് എന്നാണ്. ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു പുതിയ രാജ്യത്ത് പോയി കുടിയേറ്റക്കാർ അവരുടെ പുതിയ ജീവിതം അവരുടെ പുതിയ സമൂഹങ്ങളുമായി പങ്കിടുന്നതിനെ സൂചിപ്പിക്കുന്നു. ലെറ്റ് us not burden them with stories of war and abandonment. അപ്പോൾ യുദ്ധത്തിൻ്റെയോ ഉപേക്ഷിക്കലിൻ്റെയോ കഥകൾ സംസാരിക്കേണ്ട. അപ്പോൾ ഇവിടെ സ്പീക്കർ എന്താ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുതിയ ഒരു രാജ്യത്താണ്. അപ്പം വി ഹാവ് ടു ലുക്ക് ഫോർവേഡ് ഇൻ ടു ദ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമ്മുടെ മുമ്പിലുള്ള ആ ബ്രൈറ്റ് ഫ്യൂച്ചർ നോക്കി നടക്കാം. അതുപോലെ ഡോണ്ട് ഡ്വെൽ ഓൺ ദ പാസ്റ്റ്. Let us not name our old friends who are unraveling like fairy tales in the forest of the dead. അപ്പം ഇവിടെ ഫെയറി ടെയിൽസ് എന്ന് അല്ലെങ്കിൽ ഫെയറി സ്റ്റോറീസ് എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട ഓർമ്മകളെയും കഥകളെയും പ്രതിനിധീകരിക്കുന്നു. അത് ചെറിഷ്ഡ് മെമ്മറീസ് ആൻഡ് സ്റ്റോറീസ് ഫ്രം ദ പാസ്റ്റ്. അതുപോലെ ഫോറസ്റ്റ് ഓഫ് ദ ഡെഡ് എന്ന് സിംബിളൈസ് ചെയ്യുന്നത് ഒരു മറന്നുപോയ കാര്യങ്ങളുടെ ഒരു സ്ഥലത്തെ പ്രതീകപ്പെടുത്തുന്നു. അതായത് എ പ്ലേസ് ഓഫ് ഫോർഗോട്ടൺ തിങ്സ് വെയർ ദ പാസ്റ്റ് ഈസ് ബറിഡ്. അവരിപ്പോൾ പുതിയൊരു എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ മൂടിയ അത് ബറി ചെയ്ത ഒരു പാസ്റ്റിനെയാണ് ആ ഫോറസ്റ്റ് ഓഫ് ദ ഡെഡ് എന്ന് സിംബിളൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈൻ ഓവറോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രിയപ്പെട്ട ഓർമ്മകൾ ഒടുവിൽ മങ്ങിയതും അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാത്തതുമായ ഒരു ഫെയറി ടെയിൽ പോലെയാകുമെന്ന് അർത്ഥമാക്കുന്നുണ്ടെങ്കിലും അവരുടെ പുതിയ ജീവിതമായി പൊരുത്തപ്പെടുകയും മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ പാസ്റ്റ് ലൈഫ് ഉപേക്ഷിക്കേണ്ടതിൻ്റെ വേദനാജനകമായ ആവശ്യകതയെ സ്പീക്കർ ഇവിടെ അംഗീകരിക്കുകയാണ്. നെയിമിങ് ദം വിൽ നോട്ട് ബ്രിങ് ദം ബാക്ക്. അപ്പോൾ അവർ ഫാമിലിയെക്കുറിച്ചോ ഇല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെ കുറിച്ചോ ഒക്കെ സംസാരിക്കുന്നത് കൊണ്ട് ഇല്ലെങ്കിൽ അവരുടെ ഓർമ്മകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ അവരെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പം ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, അതായത് ഇമിഗ്രൻസ് ഷുഡ് നോട്ട് ഡ്വെൽ ഓൺ പെയിൻഫുൾ മെമ്മറീസ് ഓഫ് ദ പാസ്റ്റിലെ പെയിൻഫുൾ മെമ്മറീസിനെ കുറിച്ച് സംസാരിക്കേണ്ട, ആ മെമ്മറീസിൽ മുഴുകണ്ട എന്നാണ് ഇവിടെ സ്പീക്കർ പറയുന്നത്. ലെറ്റ് us stay here and wait for the future to arrive, for grandchildren to speak in folk tongues about the country we once came from. ഈ കൺട്രി വി വൺസ് കെയിം ഫ്രം എന്ന് പറയുന്നത് അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയാണ് അവിടെ സിംബിളൈസ് ചെയ്യുന്നത്. അപ്പം സ്വന്തം നാട് വിടുന്നതിൻ്റെ വെല്ലുവിളികൾക്കിടയിലും പുതിയതും അതായത് ദത്തെടുക്കപ്പെട്ടത് അതായത് അഡോപ്റ്റഡ് ആയിട്ടുള്ളൊരു കൺട്രിയിലോട്ട് താമസിക്കുന്നതിലൂടെ അവരുടെ പാസ്റ്റ് കൾച്ചേഴ്സ് അതായത് മുൻകാല സംസ്കാരത്തിൻ്റെ ചില വശങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നാലും അവർക്ക് മെച്ചപ്പെട്ട ജീവിതവും അതുപോലെ അവർക്കും അവരുടെ ഭാവി തലമുറകൾക്കും ഒരു നല്ല ഭാവി കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന സ്പീക്കറിൻ്റെ പ്രതീക്ഷയെ സൂചിപ്പിക്കുന്നതാണ് ഈ വരികൾ. അതായത് ദേ ക്യാൻ ബിൽഡ് എ ബെറ്റർ ലൈഫ്, അതുപോലെ ഒരു പോസിറ്റീവ് ഫ്യൂച്ചർ ഫോർ ദംസെൽസ്, അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചർ ജനറേഷനും. അപ്പോൾ ഈ വരികളിൽ കാണിക്കുന്നത് ദ അക്സെപ്റ്റൻസ് ഓഫ് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ. ആ പ്രസൻറ്റ് സിറ്റുവേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഫോക്കസ് ഓൺ ദ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ. അതാണ് ലെറ്റ് us stay here and wait for the future to arrive, for grandchildren to speak in folk tongues about the country we once came from. അതായത് ഭാവി തലമുറകൾ ലാസ്റ്റ് ലൈൻ പറയുന്നത് ഭാവി തലമുറകൾ അവരുടെ പൈതൃകവുമായി ബന്ധം പുലർത്തുമ്പോൾ തന്നെ അവരുടെ പുതിയ സംസ്കാരം സ്വീകരിക്കുമെന്നാണ്. അപ്പം ഗ്രാൻഡ് ചിൽഡ്രൻ സ്പീക്കിംഗ് ഇൻ ഫോക്ക് ടങ്സ് സജസ്റ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ ജനറേഷൻ വിൽ എംബ്രേസ് എ ന്യൂ കൾച്ചർ while still having a connection to their heritage. അതുപോലെ ദ കൺട്രി വി വൺസ് കെയിം ഫ്രം എന്ന ആ ഒരു ഫ്രേസ് ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ സമൂഹവുമായി സംയോജിപ്പിക്കാൻ ഇടകലരാൻ ശ്രമിക്കുമ്പോൾ കുടിയേറ്റക്കാർ ഇപ്പോഴും അവരുടെ പഴയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം അവരോടൊപ്പം കൊണ്ടുപോകുന്നു എന്നതിനെയാണ് ദ കൺട്രി വി വൺസ് കെയിം ഫ്രം എന്ന് സൂചിപ്പിക്കുന്നത്. ടെൽ us about it, they might ask. ഇതിനെക്കുറിച്ച് ഞങ്ങളോട് പറയൂ എന്ന് അവർ ചോദിച്ചേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നാട്ടിലെ സുഹൃത്തുക്കൾ അവരുടെ പാസ്റ്റ് മെമ്മറിയെക്കുറിച്ച് കേൾക്കാൻ ആവശ്യപ്പെടുമ്പോൾ അടുത്ത ലൈനിൽ നോക്കിക്കേ. ആൻഡ് യു മൈറ്റ് കൺസിഡർ ടെല്ലിംഗ് ദം ഓഫ് ദ സ്കൈ
ആൻഡ് ദ കോഫി ബീൻസ്, ദ സ്മോൾ വൈറ്റ് ഹൗസസ് ആൻഡ് ഡസ്റ്റി സ്ട്രീറ്റ്സ്. അപ്പം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവരോട് പറയേണ്ടത്, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യേണ്ടത്, നമ്മുടെ മാതൃരാജ്യത്തെക്കുറിച്ചും അതുപോലെ നാച്ചുറൽ ബ്യൂട്ടിയെക്കുറിച്ചും അതുപോലെ കോഫി ബീൻസിനെ കുറിച്ചും സ്മോൾ വൈറ്റ് ഹൗസസിനെ കുറിച്ചും ഡസ്റ്റി ആയിട്ടുള്ള സ്ട്രീറ്റ്സിനെ കുറിച്ചും, അതായത് പാസ്റ്റിലുള്ള അവരുടെ സ്റ്റോറീസിനെ കുറിച്ചൊക്കെ നല്ല നല്ല ഓർമ്മകൾ പങ്കിടാനാണ് പറയുന്നത്. യു മൈറ്റ് സെറ്റ് യുവർ മെമ്മറി എഫ്ലോട്ട് ലൈക്ക് എ പേപ്പർ ബോട്ട് ഡൗൺ എ റിവർ. അപ്പോൾ ഒരു കടലാസ് ബോട്ട് നദിയിലൂടെ ഒഴുകുന്നത് പോലെ നിങ്ങളുടെ ഓർമ്മകളെ പൊങ്ങിക്കിടക്കുക എന്ന് വെച്ചാൽ എഫ്ലോട്ട് എന്ന് വെച്ചാൽ പൊങ്ങിക്കിടക്കുക എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻകാല ഓർമ്മകളെ സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കുക എന്നാണ് സ്പീക്കർ പറയുന്നത്. ഒരു നദിയുടെ ഒഴുക്കിൽ സഞ്ചരിക്കുന്ന ഒരു ചെറിയതും ഒരു ദുർബലവുമായ ഒരു കടലാസ് ബോട്ട് പോലെ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ ലെറ്റ് യുവർ തോട്ട്സ് വാണ്ടർ, ഓർമ്മകൾ സ്വതന്ത്രമായി ഒഴുകട്ടെ. അപ്പോൾ ഈ പേപ്പർ ബോട്ടിൽ നിന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫ്ലീറ്റിംഗ് മെമ്മറിയും അതുപോലെ എ ഫ്ലോട്ട് ഓൺ എ റിവർ എന്ന് സിംപ്ലൈസ് ചെയ്യുന്നത് ഐഡിയ ഓഫ് ലെറ്റിൻ ഗോ, മെമ്മറീസിനെ നാച്ചുറലായിട്ട് മൂവ് ചെയ്യാൻ വിടൂ എന്നതാണ്. അതിൽ സെറ്റ് എ ഫ്ലോട്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ആക്ട് ഓഫ് റിലീസിങ് ദ മെമ്മറീസിനെ റിലീസ് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. യു മൈറ്റ് പ്രേ ദാറ്റ് ദ പേപ്പർ വിസ്പേഴ്സ് യുവർ സ്റ്റോറി ടു ദ വാട്ടർ, that the water sings it to the trees, that the trees howl and howl to the leaves. ഈ വരി ഉദ്ദേശിക്കുന്നത് ഒരു കുടിയേറ്റക്കാരൻ്റെ ജീവിതകഥ, അവരുടെ ഓർമ്മകൾ, അവരുടെ മാതൃരാജ്യത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ അവർക്കത് ഫുള്ളി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ഒത്തില്ലെങ്കിലും, അതായത് അവരൊരു ന്യൂ എൻവയോൺമെൻറ്റിലാണ്, അവരുടെ ഒരു ന്യൂ ലൈഫാണ്. അപ്പോൾ അവർക്കത് അവരുടെ പാസ്റ്റ് മെമ്മറീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് പറയാൻ ഒത്തില്ലെങ്കിലും, ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ഒത്തില്ലെങ്കിലും, ഒരു നേച്ചർ ഒരു മീഡിയേറ്ററായിട്ട്, ഒരു ചാനലായിട്ട്, അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായിട്ട് നിന്ന് അവരുടെ അൺസ്പോക്കൺ ഇമോഷൻസും എക്സ്പീരിയൻസും എല്ലാം നേച്ചർ വെളിയിൽ കൊണ്ടുവരും എന്നതാണ് പേപ്പർ വിസ്പേഴ്സ് യുവർ സ്റ്റോറി ടു ദ വാട്ടർ, വാട്ടർ സിങ്സ് ടു ദ ട്രീസ് ആൻഡ് ദ ട്രീസ് ഹൗൾ ആൻഡ് ഹൗൾ ടു ദ ലീവ്സ് എന്ന വരികൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു കുടിയേറ്റക്കാരൻ തൻ്റെ ഐഡൻറ്റിറ്റിയും ചരിത്രവും സംരക്ഷിക്കാനുള്ള കഠിനമായ ആഗ്രഹത്തെയാണ് ഈ വരികൾ പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ വാട്ടർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഫ്ലോ ഓഫ് മെമ്മറീസ് അല്ലെങ്കിൽ ആ പാസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. പേപ്പർ ബോട്ട് എന്ന് പറയുന്നത് മെമ്മറി, അതായത് ഈ പേപ്പർ ബോട്ട് വിസ്പർ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ഇമിഗ്രൻ്റ് സ്റ്റോറി, കുടിയേറ്റക്കാരൻ്റെ സ്റ്റോറി വാട്ടറിനോട്. അതുപോലെ വാട്ടർ ആർട്ടിക്കിളാണ് പറയുന്നത് ട്രീയോട്, അത് ട്രീ ഹൗൾ ആൻഡ് ഹൗൾ ടു ദ ലീവ്സിനോട്. അപ്പോൾ ഇവിടെ സ്റ്റോറി ലിവ്സ് ഓൺ ഇൻ ദ വോയിസ് ഓഫ് നേച്ചർ എന്നാണ് ഇവിടെ സ്പീക്കർ പറയുന്നത്. അതുപോലെ സിങ് ഇറ്റ് ടു ദ ട്രീസ് എന്ന് പറയുന്നത് ഈ ട്രീസിന് സിംബിളൈസ് ചെയ്യുന്നത് ആ ന്യൂ ലാൻഡിനെയാണ്. അത് സ്പീക്കർ ഒരു ഡിഫറെൻറ്റ് പ്ലേസിലാണെങ്കിലും അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇപ്പോഴും സ്റ്റിൽ ബീങ് ക്യാരിഡ് ആൻഡ് എക്സ്പ്രസ് ത്രൂ നേച്ചർ എന്നാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത്. ഇഫ് യു കീപ് സ്റ്റിൽ ആൻഡ് ഡു നോട്ട് സ്പീക്ക് യു മൈറ്റ് ഹിയർ യുവർ ഹോൾ ലൈഫ് ഫിൽ ദ വേൾഡ് അൺടിൽ ദ വിൻഡ് ഈസ് ദ ഓൺലി വേർഡ്. അപ്പം കുടിയേറ്റക്കാർ നിശബ്ദരാണെങ്കിലും അവർക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ഒത്തില്ലെങ്കിലും അവരുടെ സ്റ്റോറീസ്, അവരുടെ ജീവിതം, അവരുടെ കഥ മുഴുവൻ കാറ്റിൽ കേൾക്കാൻ കഴിയുമെന്നാണ് ഈ കവിത അവസാനിക്കുന്നത്. അതായത് കാറ്റ് എന്നത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. നമുക്കൊരിക്കലും കാറ്റിനെ കോൺക്വർ ചെയ്യാനൊക്കത്തില്ല, കൈയടക്കി വെക്കാനൊക്കത്തില്ല, അത് അൺകോൺക്വറബിളാണ്. അതുകൊണ്ട് ഇമിഗ്രൻസിൻ്റെ സ്റ്റോറി, അവരുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച്, അതുപോലെ അവരുടെ ഐഡൻറ്റിറ്റി മായാതെ നമുക്ക് ഫ്യൂച്ചർ ജനറേഷന് കേൾക്കാൻ കഴിയും എന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇമിഗ്രൻ്റ് സ്റ്റോറി അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ഇറ്റേൺലി ലിവ്സ് ഇൻ ദ വേൾഡ്, ദെയർ സ്റ്റോറി ലൈക്ക് ദ വിൻഡ് എങ്ങനെയാണോ പ്രസൻ്റ് ആയിരിക്കുന്ന ഈ ലോകത്ത്, അതുപോലെ അവരുടെ സ്റ്റോറിയും ഈ ലോകത്ത് പ്രസൻ്റ് ആയിരിക്കും. അവരുടെ പാസ്റ്റ് മെമ്മറീസ്, അവരുടെ ഐഡൻറ്റിറ്റി മായത്തില്ല എന്നതാണ് ഈ വരികളിലൂടെ നമ്മുടെ സ്പീക്കർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. I hope you are clear with this explanation. Thank you and have a nice day.